തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. സാറിന്റെ ആ വൈറ്റ് ന്യൂസിനകത്തെ ഞാൻ ഇപ്പൊ പല പ്രാവശ്യം കണ്ട് ഈ ശാന്തമ്മ ദൈവത്തിന്റെ കാര്യം പറയാനേ, ഞാൻ ആ ശാന്തമ്മ ദൈവത്തിന്റെ അവിടെ പോയ ഒരാളാണ്. ഏത് സഭാംഗമായിരുന്നു? ഞാൻ RC ആയിരുന്നു, റോമൻ കത്തോലിക്. എങ്ങനെ ഇവിടെ ചെന്ന് പെട്ടത്? ഞങ്ങൾ രണ്ടുപേരും ബോംബെയിലായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ജോലി വിട്ടിട്ട് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ വർഷങ്ങളും കൊണ്ട് 10-30 വർഷം കൊണ്ട് ഇതിനകത്താ പോകുന്നത്. അവർ നിർബന്ധിച്ച് ഞങ്ങളെ കൂടെ ഇവിടെ ദൈവം വന്നിട്ടുണ്ട്, യഥാർത്ഥ ദൈവ സത്യ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ചോണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒത്തിരി ക്ലാസ്സുകളൊക്കെ എടുത്തു. ഡോക്ടേഴ്സും വലിയ കൂടിയ എഞ്ചിനീയേഴ്സും വലിയ ഇതായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവിടെ ക്ലാസ് എടുത്തിട്ട് യഥാർത്ഥ ദൈവം എങ്ങനെ വന്നാലും ആണിന്റെ വേഷത്തിലോ പെണ്ണിന്റെ വേഷത്തിലോ വന്നാലൊന്നും സംശയിക്കരുത്, ജീവനുള്ള ദൈവം നിൽക്കുക, സ്വർഗത്തിൽ പോകാൻ ഈ ഒരു വഴിയേ ഉള്ളൂ, രഹസ്യമായിട്ട് വന്നിരിക്കുന്നത് വിശുദ്ധരെ ചേർക്കാൻ വേണ്ടിയാ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ ദൈവത്തെ ഒത്തിരി വിളിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ മക്കളില്ലാത്തവരാണ്. അന്ന് എൻ്റെ ഗർഭപാത്രമോ അങ്ങനെയൊന്നും എടുത്ത് ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അന്നേരം യഥാർത്ഥ ദൈവം ഭൂമിയിലുള്ളപ്പോൾ അവിടെ പോയാൽ ഞങ്ങൾക്ക് മക്കളൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ പോകാൻ തുടങ്ങി. എന്നിട്ട് എപ്പോഴും എല്ലാ ആഴ്ചയിലും ക്ലാസ് എടുത്തിട്ട് ഇവർ എവിടെയൊക്കെ ലോകം മുഴുവൻ കറങ്ങാൻ ഇവർക്ക് ഒരു സ്ഥലം ഇല്ല, ഇവരുടെ സ്ഥാപനം ഇല്ലാത്ത അതുപോലെ സമ്പത്തും ഇതും ആണ്ട് ഇവർ ഞങ്ങളുടെ സഹോദരങ്ങൾ വർഷങ്ങളും കൊണ്ട് പോകുന്നതാണ്ട് അവർ ഞങ്ങളോട് വിശ്വസിക്കാൻ വേണ്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ഞാൻ ഈ പറയുന്നത്. ശാന്തമ്മയെ കണ്ടോ? ശാന്തമ്മ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ട്. എന്താ പറഞ്ഞു ശാന്തമ്മ? സ്വർഗത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞായിരുന്നോ? ശാന്തം പറഞ്ഞ് നിങ്ങൾ ഇതിൽ നിൽക്കുവോ, എത്ര നാൾ പിടിച്ചു നിൽക്കാൻ വലിയ പാട, അവിടെ കൊണ്ടുവന്ന് നോട്ട് കെട്ട് ഇടണമെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞ് എത്രയും ഇടാവോ അത്രയും മാക്സിമം ഇടണം, ദൈവം ഭൂമിയിൽ നിൽക്കുക. വേണ്ട നോട്ടങ്ങ് അടിച്ചെടുക്കാൻ പറയാൻ വരുന്നു. ഞങ്ങൾ ഈ പാവപ്പെട്ടവരുടെ പൈസ നോട്ട് കിട്ടിയിട്ട് വേണോ ദൈവത്തിന് കഴിയാനും ചോദിക്കാൻ വരുന്നു. അങ്ങനെയൊന്നും അവിടെ ചോദിക്കാൻ ഒരു അനുവാദവും ഇല്ല. അവരുടെ അടുത്ത് അവരെ കാണുകയല്ലാതെ ഒന്നും മിണ്ടാനൊക്കത്തില്ല. അവിടെ ആൾക്കാർ തമ്മിൽ മിണ്ടാവൊക്കത്തില്ല, ചിരിക്കാനൊക്കത്തില്ല. അവിടെ അനങ്ങാതെ നമ്മളൊരു പാവകളെ പോലെ സ്വിച്ചിട്ടത് പോലെ. ദൈവത്തെ കളിയാക്കുന്ന നമുക്ക് തോന്നി, ചെറിയ ചില അപകർഷതാബോധമൊക്കെ ഉള്ള ദൈവമായിരിക്കും. കളിയാക്കി ചിരിക്കുന്നതാണെന്നൊക്കെ ദൈവത്തിന് തോന്നിയാലേ ആദ്യം തൊട്ട് പറഞ്ഞാലേ ഇതിന്റെ കറക്റ്റ് എവിടാ ലൊക്കാലിറ്റി എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത് മുഴുവൻ പറയാൻ വേണ്ടിയാ. ഈ ആൾക്കാർ പറഞ്ഞത് ഞാൻ ശാന്തമ ദൈവത്തിന്റെ കുറെ കേട്ടു. അതിനകത്തൊന്നും പിന്നെ ഞങ്ങൾക്കറിയാവുന്ന അത്രയും ഇല്ല സംഭവേ. ഈ ദൈവം ഉടായിപ്പാന്ന് എപ്പോഴാ മനസ്സിലായത്? ഉടായിപ്പാന്ന് ഇവരുടെ ഈ വസ്ത്രധാരണ, ഇവർ തിരുപ്പം വെച്ചിട്ട് അങ്ങ് മുട്ടിന്റെ അവിടം വരെയും താഴെ വരെയും തിരുപ്പം വെച്ചിട്ട് ഇച്ചിരി മുടിയേ ഉള്ളൂ, പൂച്ചവാലിന്റെ അത്രയും മുടിയുള്ള അവർ അത് പറത്തിയിട്ട് ഒരു തുണി പിടിച്ച് രണ്ട് സൈഡിലും കുറെ പെണ്ണുങ്ങൾ നിന്നിട്ട് ഇവർ കിടക്കുന്ന മുറിയിൽ നിന്ന് കഷമില്ലാത്ത നൈറ്റി ഇട്ടോണ്ട് വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സുകൾ എല്ലാം പകുതി അവിടെ ഇവിടെ ഒക്കെ കാണിക്കുന്ന ഇട്ടോണ്ട് വന്നിട്ട് തുണി മറച്ചോണ്ട് ഞങ്ങളെല്ലാവരും ഹാളിൽ ഇരിക്കുമ്പോൾ ഇവരെ അതിലേക്കൂടെ കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് കയറ്റി പട്ടത്ത് ഇവർക്ക് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഐഷാഡോ, ഐലൈനർ, മസ്കാര എല്ലാം ഇതും വെച്ച് കാത് നിറയെ കമ്മലിട്ട് മൂക്കൂത്തിയിട്ട് കൊലുസിട്ട് മിഞ്ചിയിട്ട് എന്നിട്ട് തിരുപ്പനെല്ലാം വെച്ചിട്ട് താഴെ വരെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ആൾക്കാർ വഴി നടന്നു പോകാൻ വേണ്ടി ഇടും. അവർ വരുമ്പോൾ നേരത്തെ അറിയിക്കും. എത്രയോ നാളങ്ങ് വിദേശത്തായിരിക്കും. എപ്പോഴും വിദേശങ്ങളിലുള്ള ഓരോ സ്ഥാപനങ്ങളിൽ ഇവർ പൊയ്ക്കൊണ്ടിരിക്കും. അവർ ഇന്ത്യയിൽ വരുമ്പോൾ അറിയിക്കും, ഞങ്ങൾ വിശ്വാസികളെ എല്ലാം അറിയിക്കും, ഇന്നപ്പോൾ ശ്യാമ വരുന്നുണ്ട്. അവരെ ശ്യാമയെന്നാ വിളിക്കുന്നത്, ശാന്തമ്മയെന്നല്ല. ശ്യാമ ഇന്നപ്പം വരുന്നുണ്ട്, ശ്യാമയെ കാണണമെന്നുണ്ടെങ്കിൽ അതുപോലെ വിശുദ്ധിയോടെ ഇരിക്കണം, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഈ ഞങ്ങളുടെ അമ്മയും ചേട്ടത്തി ആങ്ങളമാര് അനിയത്തി ആങ്ങളമാര് എല്ലാവരും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും. ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ഡോക്ടർമാരും അവിടെയുള്ള ആൾക്കാരും അവിടെ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ട്, ഏറ്റവും വിശുദ്ധനാണ്, പിന്നെ സ്വർഗത്തിലെ 2 ഒലിവ് തൈകളാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ അനിച്ചായെന്നും പറഞ്ഞുകൊണ്ട് ഒരാളിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ അകത്ത് വിളിച്ചിട്ട് നമ്മളെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് ചോദിച്ചെല്ലാം ചെയ്തിട്ട് പുള്ളിക്കാരൻ നമ്മളെ സ്തുതിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ സ്തുതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിശുദ്ധരാ, സ്വർഗത്തിൽ പോകുന്ന. അപ്പോൾ അങ്ങനെ ഞങ്ങളെ അകത്ത് കയറ്റിയിട്ട് സ്തുതിപ്പിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ശ്യാമയെ കാണിക്കത്തുള്ളൂ. അപ്പൊ ശ്യാമ വരുന്നെന്ന് പറഞ്ഞ് ഞങ്ങളെ നേരത്തെ വിളിച്ചു വരുത്തി അവിടെ കുത്തിയിരിക്കുക. അപ്പൊ രാവിലെ ചെന്നിട്ട് ഒരു 10 മണിക്ക് മുമ്പേ ചെന്നിട്ട് ഒരു 12 മണി 1 മണി ആയിട്ടും വരത്തില്ല. എന്നാലും ഞങ്ങൾ നോക്കുമ്പോൾ ഇവരെ ഇങ്ങനെ ഈ തുണി കെട്ടിയ സാരി വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കാറിനകത്ത് കയറ്റി ഇതേപോലെ ഒരുക്കിയിട്ട് പിന്നെ ഒരു രാജകുമാരിയെ പോലെ മുഖമെല്ലാം
അതുപോലെ മേക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുവരും. ഒരു കുറച്ച് പ്രായമുള്ള സ്ത്രീയാ. അപ്പൊ ഏച്ച് കെട്ടും വെച്ച് കെട്ടുവാന്നൊക്കെ നിങ്ങൾക്ക് വിശ്വാസികൾക്ക് മനസ്സിലായോ? ആ, ഞങ്ങളത് ചോദിച്ചു. ഞങ്ങളത് വിട്ടിട്ട് വരാനുള്ള കാരണമൊക്കെ പറയട്ടെ. ആദ്യം തൊട്ട് പറഞ്ഞാലല്ല അതിന്റെ കറക്റ്റ് ആൾക്കാർക്ക് കേൾക്കുന്നവർക്കും ഇതിൽ പിന്നെ അബദ്ധത്തിൽ ചാടിപ്പോയി വീട്ടുകാരുടെ വർത്തമാനം കേട്ട് ചാടിപ്പോയവർക്കൊക്കെ വിശ്വാസം വരണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്തുള്ളതേ. അന്നേരം ഇങ്ങനെ ഈ ക്ലാസ്സുകൾക്കൊക്കെ പോയി കഴിഞ്ഞ് ഇവരെ കാണാൻ പോയപ്പോഴുണ്ട് ഇവര് കണ്ടോണ്ടേ ഞാൻ അവരെ കണ്ടോണ്ട് ആദ്യമേ പുതിയതായിട്ട് എന്നവർക്ക് അടുത്ത് നിൽക്കാനുള്ള ഇത് വരും. അവർ സ്റ്റെപ്പ് ഇറങ്ങി മേളത്തെ നിലയിൽ നിന്ന് താഴെ ഈ മേക്കപ്പ് ഒക്കെ വെച്ച് ഇറങ്ങി വന്നിട്ട് ഇവർക്ക് വണ്ണമൊന്നും ഇല്ലാത്തവരാ, മെലിഞ്ഞ ഒരു സ്ത്രീയാ, കൊച്ചു മുഖമാ. പിന്നെ ഇവരെ കണ്ടപ്പോ ഉണ്ട് എത്ര മേക്കപ്പ് ഇട്ട് പുട്ടിയിട്ടാലും പ്രായമായവരെ നമുക്ക് കാണുമ്പോ പെട്ടെന്ന് നോക്കുമ്പോ ഒരു ഇതറിയാവല്ലോ. അപ്പൊ ദൈവം പ്രായം വെച്ച് വയസ്സായി വന്നതാണോ, ദൈവം എന്തുവാ ഇത്രയും മൂക്കൂത്തി ഇട്ടേക്കുന്ന, ചെവിയെ കൂടെയും കാതി കൂടെയും കഴുത്തെ കൂടെയും മാലകളും വളകളും എല്ലാം ഇട്ട് ഇങ്ങനെ പൊന്നാന്റി മുത്തുമാലയും വരവിന്റെ കമ്മലും വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ദൈവത്തിനൊരു ഗുമ്മുണ്ടാവോ? കാണുന്നവർക്കൊരു ദൈവമാണെന്നൊരു തോന്നലുണ്ട്. സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഒരു തോന്നലുണ്ടാകണ്ടേ മിനിമം ദൈവമാണെന്ന്. ഇങ്ങനെയൊക്കെ കെട്ടിത്തൂക്കിയാലല്ലേ? എന്റെ മനസ്സിൽ ആ നിമിഷം അവരെ കണ്ടപ്പോ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ നിൽക്കുവോ, വിശ്വാസത്തിൽ നിൽക്കുവോ അതോ പോകുവോ? നിങ്ങൾ പോകുമെന്നാ എനിക്ക് തോന്നുന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊന്നും മിണ്ടിയില്ല. എന്നിട്ട് ഇവര് എന്നെ ഇതേപോലെ വന്നിട്ട് അങ്ങ് കേറിപ്പോയി. എന്നിട്ട് ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ മുടിയും പിന്നി വഴി ഇട്ടേക്കുന്നിടത്തുകൂടെ അവര് അടുത്ത് അവരെ ദേഹത്ത് പോലും മുട്ടല്ലേ, അവരെ ശരീരത്ത് തൊടല്ലേ, തീയാ കത്തിപ്പോകും. നമ്മൾ അന്നേരെ കത്തി എരിഞ്ഞു പോകും. യഹോവയാ ദൈവം ഭൂമിയിൽ നിൽക്കുക, ദൈവം വന്നേക്കുക വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച്. പിന്നൊരു ദിവസം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായി. എന്റെ യൂട്രസ് ഒക്കെ എടുക്കേണ്ടി വന്നു. ഇതിനകത്ത് ഈ ഡോക്ടറും വേറെ ഈ ഉള്ള ആൾക്കാർ ഞാൻ വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മുറിവൊക്കെ ഷുഗർ ഉള്ളതുകൊണ്ട് പഴുത്ത് എനിക്ക് തീരെ വയ്യാതെ വേദനിച്ച് മരിക്കാറായി കിടക്കുമോ. ഇവർ കിടന്ന് ഫോൺ വിളിയാ വരണോ, അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. അപ്പൊ അവിടെ ഇങ്ങനെ പിന്നെ വയ്യാഞ്ഞിട്ട് ഞങ്ങൾ കാറും എടുത്തിട്ട് അവിടെ പോയിട്ട് നമ്മൾ അവിടെ സ്റ്റെപ്പേലോ എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ ഇവരുടെ ഇവിടെ ഗുണ്ടായുസം ഉണ്ട്. നമ്മൾ വാതിലിന്റെ അവിടെ ചെല്ലുമ്പോഴേ വണ്ടിയാണെങ്കിൽ ഈ ആനേടി ഹോസ്പിറ്റലുണ്ടല്ലോ തിരുവനന്തപുരത്ത് പട്ടത്ത് ആനേടി ഹോസ്പിറ്റലിന്റെ അവിടുന്ന് ഒരു ആ വഴി ഇങ്ങോട്ട് പോകുന്നിടത്ത് കുറച്ച് ഇങ്ങോട്ട് വരുന്നിടത്ത് മതിൽ ഭയങ്കര പൊക്കി കെട്ടിയിട്ട് അതിന്റെ അകത്ത് ഒരു വാതിലിന്റെ അവിടെ ആൾക്കാർ കാത്തു നിൽക്കും. പുതിയതായിട്ട് ചെല്ലുന്നവരെ ഭയങ്കര ചെക്കപ്പാണ്. നമ്മുടെ കയ്യിൽ ഫോൺ വെച്ചുകൂടാ, ഒരു പേപ്പറുകളോ ഒരു സാധനങ്ങൾ വെച്ചുകൂടാ. നമ്മൾ ഈ വിളിച്ചോണ്ട് അവിടെ ഉള്ള വിശുദ്ധന്മാരെന്നും പറഞ്ഞുകൊണ്ട് വെച്ചേക്കുന്നവർക്ക് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ അനിയത്തിയുടെ അമ്മയുടെയും പേരിൽ ഉള്ള പരിചയത്തിന്റെ പേര് ഞങ്ങളെ കയറ്റിക്കൊണ്ട് പോകത്തുള്ളൂ. ഫോൺ അഥവാ കൊണ്ട് ചെല്ലുവാണെങ്കിൽ അവിടെ വാങ്ങിച്ചു വെക്കും. നമ്മുടെ ഫോണൊന്നും തന്നു വിടത്തില്ല. അവിടെ പോയിപ്പോണ്ട് ഈ ഗുണ്ടകൾ വന്നിട്ട് ഞാൻ സ്റ്റെപ്പേൽ ഇരുന്നിട്ട് അവിടെ പോലും ഇരിക്കാൻ സമ്മതിക്കാതെ ഭയങ്കര ഗുണ്ടായുസം. നമ്മൾ ആൾക്കാർ അറിയാത്തവർ ചെല്ലാനോ ഫോൺ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുകയോ അല്ലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ അവരെല്ലാവരും കൂടെ അടിച്ച് അവരെ ശരിയാക്കും. അത്രയ്ക്ക് ഭയങ്കര ഗുണ്ടാൽ ആൾക്കാരെ വെച്ചേക്കുക. ഈ പെൻഷൻ പറ്റിയ ആൾക്കാരെ പ്രായമായവരെ ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പിന്നെ സ്ഥലത്ത് ഇവരുടെ ബ്യൂട്ടി പാർലർ, ബേക്കറി, പിന്നെ ഇവരുടെ കൊഴുക്കട്ട കച്ചവടമൊക്കെ ഉണ്ടല്ലോ ഇവിടെ പട്ടത്ത് സെന്റ് മേരീസ് സ്കൂളിനടുത്ത്. സ്ക്വയർ വൺ ടാലൻസ് എന്ന് പറയുന്നത് അത് പറയാണോ? സ്ക്വയർ വൺ അതാണ് ഇവരുടെ. അതിന്റെ പിന്നെ മേള വെക്കും. പിന്നെ ഈ സാൽവേഷൻ ആർമിയിൽ അതൊക്കെ അവരുടെ സാധനങ്ങൾ ഒരു കേക്കിന് നമുക്ക് വെളിയിൽ 25 രൂപ 20 രൂപയാവുന്നേ അവരാണെങ്കിൽ 150 രൂപ 140 രൂപ 150 രൂപ അങ്ങനെ ഭയങ്കര ഹൈ റേറ്റിലാ ഒരു പീസ് കേക്ക് പോലും വാങ്ങിക്കാം. നമ്മൾ ഈ വിശ്വാസികളെല്ലാം പൈസയും കൊണ്ട് എന്നും അവിടുന്ന് ആയിരങ്ങൾ വാങ്ങിക്കണം. ഭയങ്കര കമ്പൽസറിയാ. പോണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അഥവാ ആർക്കേലും പോകാൻ പറ്റത്തില്ല അവരുടെ വീട്ടിൽ ആൾ കൊണ്ടുവന്ന് കൊടുക്കും. അവിടുത്തെ വില പിടിപ്പിച്ചത് 10,000, 5,000, 10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടു കൊടുക്കും. A to Z സാധനങ്ങൾ കിട്ടും അവിടെ അവരുടെ മേളയിൽ. തുണിത്തരങ്ങൾ തൊട്ട് തന്നെ കേക്ക് തൊട്ട് എല്ലാ സാധനങ്ങളും കിട്ടും. ഈ ശാന്തമ്മ മുന്നിൽ നിർത്തി ഈ കച്ചവടം നടത്തുന്നത് ആരാ? ഇവരുടെ തന്നെ ശിങ്കിടികളുണ്ട്. ശാന്തമതി ഇപ്പം വാദം വന്ന് ചത്തെന്നൊക്കെ പറയുന്നത് സത്യമാണോ അതോ ജീവനോടുണ്ടോ? ചത്തോന്നൊന്നും ഇപ്പൊ അറിയത്തില്ലല്ലോ. ഞങ്ങളിപ്പോ ഒരു 10 വർഷം കൊണ്ട് പോകുന്നില്ലല്ലോ. ഇത് 10 വർഷത്തിന് മുമ്പിലത്തെ കഥയാ പറഞ്ഞതേ. പക്ഷെ ഇപ്പോഴും കൊഴുക്കട്ട കച്ചവടമൊക്കെ ഉണ്ടല്ലോ ഇവിടെ പട്ടത്ത് സ്ക്വയർ വണ്ണില്. അത് അവരുടെ ശിങ്കിടികൾ നടത്തുന്ന അത് അവർക്ക് പശുക്കളെ വളർത്തുന്നുണ്ട്. പിന്നെ ഗാർഡൻ ഉണ്ട്, തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങളെ ഒരുപാട് വീടുകൾ, സ്ഥലങ്ങൾ. അതായത് പട്ടണത്തിനകത്ത്
ഒരുപാട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ എവിടൊക്കെ സ്ഥലമുണ്ടോ എന്തുവാന്നറിയത്തില്ല. ഈ സ്ത്രീ അവിടെ ഇരിക്കത്തില്ല, ഒന്ന് വന്ന് മുഖം കാണിച്ചിട്ട് ഈ എല്ലായിടവും ലോകം മുഴുവൻ അടൂരുണ്ട്, ഇവരുടെ ദൈവം ഇറങ്ങി പട്ടത്തിൽ നിന്ന് പ്ലാമൂട്ടൂരിലൂടെ തേരാപ്പാര നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വില പോകത്തില്ലേ? അവർക്ക് എസ്കോർട്ട് വണ്ടിയില്ലേ, ആരെയും ഗ്ലാസ് ഇട്ട് ആരെയും കാണിക്കുന്നില്ലല്ലോ. ഇവിടെ വരുന്ന ഈ വിശ്വാസികളെ കച്ചവടം പൂട്ടത്തില്ലേ? അതുകൊണ്ട് മറ്റുള്ളവരെ വെളിയിലുള്ളവരെ അതല്ലേ ആരെയും പേപ്പറുകാരോ ന്യൂസുകാരോ അമൃതാനന്ദമയി അങ്ങനെയുള്ളവരുടെയൊക്കെ ആണെങ്കിൽ ചാനലുകാർ ലോകം മുഴുവൻ അറിഞ്ഞല്ലേ. ഇത് അതീവ രഹസ്യമായി വെച്ചിരുന്നിട്ട് എല്ലാ വിശ്വാസികളെ ഊറ്റിയെടുത്തിട്ട് കെട്ടുകണക്കിനാ വലിയ ബോക്സ് ഈ തടിയും കൊണ്ട് പണിതിട്ട് ഭയങ്കര പൊക്കത്തുള്ള ബോക്സ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് വലിയ വാ വെച്ചിട്ട് അതിനകത്തൂടെ ഒരു നോട്ടും രണ്ട് നോട്ടും ഒന്നും 500-ന്റെ 1000-ന്റെ 2000-ന്റെ ഒന്നും അല്ലായിരുന്നു അന്ന് ഇടുന്നത്. കെട്ടുകണക്കിനാ കൊണ്ടുവന്ന് വലിയ പണക്കാരെ വലിയ ആൾക്കാരെ നോക്കിയിട്ട് പിടിച്ചിട്ട് അവരെ ഒക്കെ കൂടെ കൊണ്ടു കിടക്കെ ഇവരുടെ വിശ്വസ്തരായിട്ട് രഹസ്യമായിട്ട് ഇവരുടെ സ്ഥാപനങ്ങൾ നോക്കി നടത്താൻ ലോകം മുഴുവൻ ഇവർ സമ്പാദിച്ച് ഇവർ ഭയങ്കര കോടീശ്വരി. എന്തുമാത്രം പണമുണ്ട്. എന്തായാലും ആൾക്കാരെ ഫോഴ്സ് ചെയ്തിട്ട് ഇവരുടെ ആൾക്കാർ തന്നെ ഞങ്ങളെ എന്തുമാത്രം ഇന്നും ഫോഴ്സ് ചെയ്യുക ഞങ്ങളുടെ വീട്ടുകാരെന്നറിയാം. ഞങ്ങളോടൊന്ന് സഹകരിക്കത്തോ അവർക്ക് അത്ര ഇഷ്ടം പോലും അല്ല ഇതിൽ നിന്ന് തിരിച്ചു പോരുന്നതിന്റെ പേര്. ഇവരുടെ ചിങ്കിടികളുള്ളവരെല്ലാവരും ഞങ്ങളോട് ദേഷ്യപ്പെട്ട് വഴക്കിട്ട് ഞങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ടിരുന്നവരൊന്നും പോകാതിരിക്കുന്നത്. ഇവരെന്നിട്ട് ഈ വസ്ത്രം ഇട്ടുകൊണ്ട് വന്നിട്ട് ഒരു ദിവസം എനിക്ക് പനി ആയിരിക്കുമ്പോൾ ഇതേപോലെ ഇവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചൊരു ഡോക്ടറുടെ ഭാര്യയാണ് വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ ശ്യാമ വന്നിട്ടുണ്ട്, കാണാമോ, എളുപ്പം വരാൻ പറഞ്ഞു. ഞാൻ തുമ്മലും പനിയും പിടിച്ച് എനിക്ക് അലർജി ഉള്ള ആളാണ്, വയ്യാതിരിക്കുമോ. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഇവർ സ്റ്റെപ്പിൽ ഇറങ്ങി വന്ന് മേളത്തെ നിലയിൽ നിന്ന് രാജകുമാരിയെ പോലെ പട്ടുമെത്തെ എല്ലാം നടക്കുന്നിടത്തൂടെ വിരിച്ച് തുണിയൊക്കെ ഇട്ട് അതിലേക്കൂടെ ഇറങ്ങി അവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ അടുത്ത് നിന്ന് തുമ്മിയപ്പോഴത്തേന് ഇവരുടെ കുറെ തോഴികളുണ്ട്, ഇവരുടെ വട്ടം ഒരു 10-15-20 സ്ത്രീകളുണ്ട്, ഭയങ്കര മേക്കപ്പ് ചെയ്ത് അതായത് ഭയങ്കര ആഭരണങ്ങളൊക്കെ ഇട്ട് പണക്കാരികൾ, ഭയങ്കര പണക്കാരന്മാരുടെ ഭാര്യമാര് ഇവളുമാരുണ്ട്. പിന്നെ അയ്യോ ശ്യാമയ്ക്ക് പനി പിടിക്കും, നിങ്ങൾ ഓട് 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 ഇവിടെ നിൽക്കാതിരി, ശ്യാമയ്ക്ക് പനി പിടിക്കും. അപ്പൊ ആ നിമിഷം എന്റെ മനസ്സിനകത്ത് വന്ന് ദൈവം യേശുക്രിസ്തു വന്നിട്ട് ഈ ഭൂമിയിലുള്ളവരെ എല്ലാവരെയും രോഗങ്ങൾ കുഷ്ഠരോഗിയെ അതേപോലെ എല്ലാം മരിച്ചവരെ അവരെ ഉയർപ്പിക്കുക. ഇത് ദൈവം ആ ഈ ഭൂമിയിൽ വന്നിട്ട് ജീവനത്തെ നിന്നിട്ട് എന്റെ രോഗം ഞാൻ അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാക്കിയിട്ട് എനിക്ക് സൗഖ്യം തരേണ്ടതാ. എന്നിട്ട് ഈ സ്ത്രീയെ ഓടിച്ചെന്നെ വിടുന്നല്ലോ എന്ന് ഓർത്ത് ഇത് ദൈവമല്ല. പിന്നെ ഞാൻ ഓർത്ത് ജലദോഷപ്പനി എങ്ങാനും പിടിച്ചു പോയാ കിടന്നു പോയാ പോയില്ലേ? ഈ ശ്യാമ എന്ന് പറയുന്ന സ്ത്രീക്ക് ദൈവമായിട്ട് ഈ ഭൂമിയിൽ വന്നതാണെങ്കിൽ അവർക്കെന്തിനാ ഇത്രയും കാതിൽ ഒരു 5-6 കമ്മല്, മൂക്കൂത്തി, കൊലുസ്, ഈ മേക്കപ്പ് ഇതെല്ലാം ഇട്ടിട്ട് എങ്ങനെ ദൈവമാണോ വന്ന യേശുക്രിസ്തു എങ്ങനെയായിരുന്നു മുഴുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരാഹാരം പോലും ചൊവ്വേ നേരെ കഴിക്കാതെ പട്ടിണിയായിട്ട് ദൈവവചനം പ്രസംഗിച്ചിട്ട് ഈ സ്ത്രീ ഒരു നാക്കുകൊണ്ട് ഒരു വാക്ക് ദൈവവചനം പറയുകയോ ഒന്നും ചെയ്യത്തില്ല. ഈ അവരുടെ ചിങ്കിടികൾ ഇരുന്നിട്ടാ എന്തെങ്കിലും ദൈവവചനം പറയുക എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ഇച്ചിരിയും പറയുക. അല്ലെ ഇവരുടെ പാട്ടുകളുണ്ട് കുറെ, അതിലേതെങ്കിലും 1-2 പാട്ട് പാടിയിട്ട് എന്നിട്ട് ഒത്തിരി നേരം അനങ്ങാതിരുന്നിട്ടെ ദൈവവചനം വന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് എല്ലാരെയും പറഞ്ഞു വിടും. എന്ന് വെച്ചാൽ അവർക്ക് ദൈവവചനം ഒന്നും പറയാൻ അറിയത്തില്ല. അപ്പൊ അവര് ഞങ്ങളെ ഇനി പറഞ്ഞു വിടും. ഇങ്ങനെ മനുഷ്യരെ അതായത് എറണാകുളം, കോട്ടയം, കോഴിക്കോട് ലോഡ്ജ് മുറിയെടുത്തിട്ട് താമസിച്ചിട്ടാ ഇവര് വരുന്നെന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നവരെ ഒന്നും വചനം വന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടും. അപ്പൊ ഇവർക്ക് ഇങ്ങനെ എന്തിനാ ഈ ആഭരണം ഇട്ട് ഇങ്ങനെ ഒരുങ്ങണ്ടേന്ന് ഇത് വന്നപ്പോ അച്ഛനാണെങ്കിൽ ഒരു ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളുമായിട്ട് ഭയങ്കര സഹകരണമായിട്ടിരുന്ന ഒരാളാണ്, ആ ആളെ വിളിച്ചിട്ട് ചോദിച്ചു ദൈവത്തിന് എന്തിനായി മുല്ലപ്പൂവിന്റെ ആവശ്യം, തിരുപ്പന്റെ ആവശ്യം, ഇത്രയും കമ്മല് മൂക്കുത്തി ഇടേണ്ട ആവശ്യം, ഇത്ര മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യം. അപ്പോഴത്തേനും അയാൾ ഞങ്ങളോട് ഭയങ്കര ഗുസ്തി ഇട്ട് വഴക്കിട്ടിട്ട് പറഞ്ഞ് മേല ഇനി ആ ആലയത്തിനകത്ത് കയറി പോയേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദൂഷണം ചെയ്ത് ഞങ്ങൾ അതിന്റെ അനുഭവിച്ചോളും അതാ ഇതാന്ന് പറഞ്ഞോണ്ട്. അപ്പൊ ഇങ്ങനെ ഇവര് ലോകം മുഴുവൻ ജനങ്ങളെ പറ്റിച്ച് ഒരുപാട് സമ്പാദിച്ച് അവർ ആർഭാടത്തിൽ ഇത് ചെയ്യുക. ഞങ്ങൾക്ക് ഇപ്പൊ ഡൗട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ളവരൊന്നും ശ്യാമ വന്നെന്നൊന്നും പറഞ്ഞിപ്പോ കേൾക്കുന്നില്ല. അമ്മയോ സഹോദരങ്ങളെ എങ്കിലും എപ്പോഴേലും വിളിക്കുമ്പോ അവര് മരിച്ചുപോയി കാണുമായിരിക്കും. ഇവർക്ക് വാദവും വയറുകടിയും വന്ന് ചത്തെന്നാണ് ആരോ പറയുന്നത് കേട്ടത്. എന്നാ ചത്ത് കാണും. ഇപ്പൊ തിരുവനന്തപുരത്ത് ആ ആലയത്തിൽ പ്രാർത്ഥന നടക്കുന്നില്ല. ആ പട്ടത്ത് ഈ ആനേടി ഹോസ്പിറ്റലിന്റെ നേരെ അടുത്ത് അവിടുന്ന് ആ ലൈൻ ഇങ്ങോട്ട് ഇച്ചിരി മുമ്പോട്ട് വരുന്നിടത്ത് വലിയ മതില് പൊക്കി കെട്ടിയിട്ട് അങ്ങ് മേളുവശത്ത് ആ കൊട്ടാരം പോലെ പണിതിട്ടേക്കുന്ന ആലയമാണെന്നാ അതിന് പറയുന്നത്.
അപ്പൊ അവര് മരിച്ചു കാണുമായിരിക്കും. എന്റെ വീട്ടുകാരൊന്നും എന്നെ അറിയിക്കത്തില്ലല്ലോ മരിച്ചെങ്കിലേ. എന്നാ അതുകൊണ്ടായിരിക്കും അവിടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പൊ ഇവരാരും പോകുന്നില്ല. അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ പട്ടത്ത് പ്രാർത്ഥനയ്ക്ക് പോകുവാന്ന് കേൾക്കുമായിരുന്നു. ആലയത്തിൽ പോകുന്നില്ല, അടൂരെ പ്രാർത്ഥന നിന്നു. പിന്നെ കോട്ടയത്തോ എറണാകുളത്തോ വേറെ ഒരുപാട് സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാം നിന്ന്. അന്നേരം ഇവര് മരിച്ചുപോയി കാണുമായിരിക്കും. ഈ സ്ക്വയർ ബൺ ഫസ്റ്റ് എന്നാ പറയുന്നത്, ഒരു ഫെസ്റ്റിവൽ വെക്കും. ആ ഫെസ്റ്റിനകത്ത് കൊണ്ടുവരുന്ന ആഹാര സാധനങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു വല്ലാത്ത നമ്മൾ വാങ്ങിച്ച് വായി വെച്ച് കഴിക്കാൻ സാധാരണ കേക്ക് പോലല്ല, ഭയങ്കര ഒരു ലഹരി പോലുള്ള ടേസ്റ്റുള്ള സാധനങ്ങൾ അവരുടെ അതിൽ നിന്ന് കിട്ടുന്നതേ. അപ്പൊ അത് നമ്മളെന്താ ഇത്രയും ഭയങ്കര ഇതിന് സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ വരുന്നതെന്ന് വെക്കുമ്പോൾ അവർ പറയും ഇത് ഗ്രാമ്പൂ, ഏലക്കയോ കറുവപ്പട്ടയോ അങ്ങനത്തെ മസാലകളൊക്കെ ഇട്ട് ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന എങ്ങും വെളിയിൽ നിന്ന് കിട്ടാത്ത സാധനങ്ങളാ, അതിന് അതുകൊണ്ടാണ് ഇത്രയും വില കൊടുക്കേണ്ട വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേക്കൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 2000 1500 2000 ഒക്കെ രൂപ കൊടുക്കണം ഒരു ചെറിയ കേക്ക് വേണമെങ്കിൽ. അത്രയ്ക്ക് ഭയങ്കര വിലയാ. സാധനമേ വാങ്ങിക്കാൻ ഒക്കത്തില്ല. നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ പ്രാവശ്യവും ഇവർ ഓണത്തിനോ ക്രിസ്മസിനോ ഈസ്റ്ററിനോ ഒക്കെ ഒന്നീ സാൽവേഷൻ ആർമിയുടെ അവിടെ അതല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ ഇവരുടെ ഫെസ്റ്റ് വെക്കും, ഇവരെ അറിയിക്കും. അന്നേരം ഇതിലുള്ള വിശ്വാസികളെല്ലാം കമ്പൽസറി ആയിട്ട് പോയി വാങ്ങിക്കണം. വാങ്ങിക്കാതെ ആരെങ്കിലും ഇരുന്നെങ്കിൽ അവരുടെ ആൾക്കാർ ശിങ്കിടികളായിട്ടുള്ളവർ ഫോൺ വിളിച്ചിട്ട് എന്താ വന്ന് വാങ്ങിക്കാത്തതെന്ന് ചോദിച്ച് നമ്മളെ വഴക്ക് പറയേ, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും. കമ്പൽസറി ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തരും. ദൈവത്തിന് ഇത്ര ദാരിദ്ര്യവും ചോദിക്കാൻ വയ്യായിരുന്നോ? കൊഴുക്കട്ട ഉണ്ടാക്കി വിറ്റാലേ ദൈവത്തിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിക്കാൻ വയ്യായിരുന്നോ? ഞങ്ങളെ അടിക്കത്തില്ലേ അവര്? ആടെ ആൾക്കാരല്ലേ ഞങ്ങള്. ഒരാളായിട്ട് ചെന്നിട്ട് നമ്മുടെ സഹോദരങ്ങൾ പോലും ഇതിനകത്ത് വിശ്വസിക്കുകയാവുമ്പോഴേ ഇന്ന് ഞാൻ അമ്മയെ ഇന്നത്തെ ന്യൂസിൻ്റെ അകത്ത് ഇത് കണ്ടിട്ട് ഞാൻ അമ്മയോട് ഒത്തിരി കാര്യം പറഞ്ഞു. അമ്മ സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുക. ഞാൻ പറഞ്ഞു ജീവനുള്ള ദൈവം ഭൂമിയിലുണ്ടായിട്ടെ അമ്മയെ എന്താ ജീവിപ്പിക്കാത്ത? അമ്മ എപ്പോഴും എൻ്റെ ക്ഷാമയെ എൻ്റെ ക്ഷാമയെ എൻ്റെ ക്ഷാമയെന്ന് വിളിച്ചിട്ട് എന്താ അമ്മയുടെ അസുഖം മാറ്റിയിട്ട് 2 വർഷം കൊണ്ട് അമ്മ തളർന്ന് കട്ടിലേ കിടന്ന് തൂറും പെടുക്കുകയും ചെയ്യുവാന്നല്ലോ. എന്നിട്ട് എന്താ ശരിയാക്കാത്ത? അയ്യോ മക്കളെ വയറുകടി വന്ന് വാദമായിട്ട് ശാന്തമ്മ ഫ്യൂസായി പോയത് അമ്മ അറിഞ്ഞില്ലേ? അറിഞ്ഞാലും ഞങ്ങളോട് പറയത്തില്ലല്ലോ. അമ്മയും ശ്യാമക്ക് അവിടുന്ന് അവരുടെ തന്നെ കടയിൽ നിന്ന് മറ്റേ ഷവർമയും എന്തോ മേടിച്ച് തിന്ന് വയറുകടി വന്ന് പിന്നെ അതിന്റെ കൂടെ വാദവും കൂടെ വന്ന് എന്തോ പറ്റിയെന്നാണ് അറിയുന്നത്. നമ്മുടെ അഭിപ്രായത്തിൽ ശരിക്കും ശാന്തമ്മ ദൈവമാണോ പിശാചാണോ? പിശാചാണ്. 100% പിശാചാന്ന് അറിഞ്ഞിട്ടാണല്ലോ വരായിരുന്നത്. ദൈവമേ അല്ല. ദൈവത്തിന്റെ യാതൊരു രൂപമോ ഭാവോ. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനികളല്ലേ? സുനിൽ സാറും ക്രിസ്ത്യാനിയാണല്ലോ. ഒരു ദൈവിക ഇതുള്ള ആളാണെങ്കിൽ ദൈവവചനമാണ് പറയുന്നത്. വായിൽ നിന്ന് ഒരു വാക്ക് ഞങ്ങൾ 2 വർഷമോ 1 വർഷമോ 2 വർഷമോ പോയിട്ട് ഒരു വാക്ക് കേട്ട് അവരെ 5-6 പ്രാവശ്യം കണ്ടുകൊണ്ട് ഒറ്റ വാക്ക് ദൈവത്തിന്. അവർ മേക്കപ്പ് മുടി തപ്പി കമ്മലിലും പിടിച്ച് മൂക്കുത്തി പിടിച്ച് അന്നേരം ഓരോരുത്തർ ചോദിക്കും നിങ്ങൾ ദൈവമാണെന്ന് വിശ്വസിക്കാൻ പാടുണ്ടെന്നൊക്കെ ഈ ഓരോരുത്തർ കാണുമ്പോൾ മുഖത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, എന്നെ നിങ്ങൾ വിശ്വസിച്ചില്ലേ എന്നെ വിശ്വസിക്കാൻ ഇഷ്ടം പോലും ലോകം മുഴുവൻ ആൾക്കാർ കിടക്കപ്പോ നിങ്ങളുടെ പാട് നോക്കെന്നൊക്കെ പറഞ്ഞ് അവർ ആൾക്കാരുമായിട്ട് തട്ടിക്കേറുന്നു. ഓരോരുത്തർക്ക് ഈ പുതിയതായിട്ട് വരുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തവർ ഇവരോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ അമ്മയോടും സഹോദരങ്ങളോട് ചോദിച്ചായിരുന്നു ഈ കൊരങ്ങച്ചിയാണോ ദൈവത്തിന് ഇത്രമാത്രം ഗതികേടാണോ തിരുപ്പം വെക്കണ്ടേ? ഇത് ദൈവത്തിന് ഈ ഭൂമിയിലുള്ള സദൂർണവും ദൈവത്തിൻ്റെയാ, പിന്നെ ദൈവത്തിന് എന്തിനാ മേക്കപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചു. അത് ഞങ്ങളുടെ വീട്ടുകാർക്ക് അതെല്ലാം ഭയങ്കര പ്രശ്നമാണ്. ഇന്നിപ്പം ഞാൻ ഈ ന്യൂസ് ITVയിലെ ഇത് പല പ്രാവശ്യം കണ്ടിട്ട് അമ്മയോട് ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മ നരകത്തിലാ പോകാൻ പോകുന്നത്. അമ്മ ഈ ശ്യാമയെ വിളി നിർത്തിയിട്ട് യേശുവേന്ന് വിളിച്ചോളാൻ പറഞ്ഞു. അമ്മ അത് ചുമ്മാതെ അനിയത്തിയുടെ മോനൊക്കെ ആണെങ്കിലേ ദുബായിലാ താമസിക്കുന്നത്. അവിടെ പോലും ഉണ്ട് ഈ മരുഭൂമിയിൽ ഇവരെ കൊണ്ടുവന്ന് യേശുക്രിസ്തു യാഗമായതിന് പകരം ഒരു മരുഭൂമിയിൽ ഈ ദുബായിലെ ഒരു മരുഭൂമി കൊണ്ട് നിർത്തിയിട്ട് ഒരു ആങ്കൊച്ചിനോട് ചേർത്ത് കെട്ടി നിർത്തിയിട്ട് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായതുകൊണ്ട് ഒരു മനുഷ്യന്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് പാപിയായ മനുഷ്യനിൽ ദൈവത്തെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അവിടെ രക്തം പൊടിഞ്ഞു വീണെന്ന് അവരെ വേർപ്പ് അവിടെ രക്തമായിട്ട് അവിടെ ഇങ്ങനെ മരുഭൂമിയിൽ മരങ്ങൾ കിളിച്ചു വന്നെന്നൊക്കെയാ പറയുന്നത്. ഇവർക്ക് ഭർത്താവുണ്ട്, മോനുണ്ട്, ഭാര്യയുണ്ട്, കൊച്ചുങ്ങളുണ്ട്, പിന്നെ വേറെ അടുത്ത എന്തൊക്കെ രഹസ്യത്തിൽ എവിടൊക്കെ ഉണ്ടോന്ന് അത് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഈ രാജ്യത്തല്ലാതെ എന്ത് വെളിയിൽ നടന്നാലും അവിടെ ഉള്ളവരെല്ലാം അറിയത്തുള്ളൂ. അങ്ങനെയുള്ള അഴിഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ, എല്ലാ വൃത്തികെട്ട രീതികളും ഞാൻ ഇതിനകത്ത് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ രീതികളിൽ ജീവിക്കുന്നവർക്കൊക്കെ ജീവിക്കാൻ പറ്റിയ രാജ്യങ്ങളിൽ പോയിട്ട് അവരത് കാണിക്കുന്നുണ്ടായിരിക്കും. ഇവരുടെ അരമന രഹസ്യത്തിൽ നമ്മളെ എങ്ങും കയറ്റത്തില്ല. ആ പ്രാർത്ഥിക്കുന്ന ഹാളിൽ വന്നിട്ട് പട്ടി കിടക്കുന്നോണം തറയെ വന്ന് കുത്തിയിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും വചനം പറഞ്ഞാൽ കേട്ടോണം, ഒന്നും ചോദിക്കരുത്, മിണ്ടരുത്, ലൈനിൽ പോകണം. ഒരക്ഷരം അവിടെ സൗണ്ട് ആൾക്കാർ ഇത്രയും കൂടിയതാന്ന് ചുറ്റുമുള്ള അപ്പുറത്ത് താമസിക്കുന്നവർക്ക് പോലും
പോലും കാണാൻ ഒക്കാത്ത മോണം മതിൽ പൊക്കി കെട്ടിയിട്ട് ഒരു സംസാരമോ അനക്കോ യാതൊന്നും ഇല്ല. അനങ്ങാതെ ഇറങ്ങിപ്പോണം. വണ്ടിയൊന്നും നമ്മുടെ പാർക്ക് ചെയ്യാൻ ആ ഏരിയയിലൊന്നും ഒക്കത്തില്ല. ആനേടി ഹോസ്പിറ്റലിന്റെ അവിടെയോ അല്ലെങ്കിൽ പ്ലാമൂടിന് പോകുന്ന റോഡ് സൈഡിലോ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു വേണം വരാൻ. ഏത് ദിവസമാണ് ഇവരുടെ പൈശാചിക പരിപാടി ഇവിടെ നടക്കുന്നത്? അത് നമുക്ക് മുൻകൂട്ടി പറയാൻ ഒക്കത്തില്ല. പൈശാചിക പരിപാടി നടത്തുന്ന ദിവസം ഫോണിൽ വിളിച്ചറിയിക്കത്തേ ഉള്ളൂ. എല്ലാവരെയും ഫോണിൽ വിളിച്ചറിയിക്കാൻ ആൾക്കാരുണ്ട്. അന്നേരം ഇന്ന സമയത്ത് വരണമെന്ന് പറയും, 10 മണിക്ക് വരണമെന്ന് പറയുമ്പോൾ ആ റോഡിൽ ആനേടി ഹോസ്പിറ്റലിന്റെ അവിടുന്ന് ഇച്ചിരിയും കൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ആ റോഡിൽ നിന്ന് വണ്ടികൾ ഇങ്ങനെ വരും. അതിന്റെ അടുത്തൊന്നും നിർത്താതെ വന്നിട്ട് ആൾക്കാർ ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ ഒരു കുട്ടി ഗേറ്റ് വെച്ചിട്ട് അതിന്റെ വാതിൽ ആൾക്കാർ നിപ്പുണ്ട്, ഭടന്മാര്. അവര് നമ്മളെ കയറ്റിക്കൊണ്ട് നമ്മളെ ഫോണോ നമ്മളെ എല്ലാം ടച്ച് ചെയ്ത് നോക്കി ഇത് ചെയ്തിട്ട് കയറ്റും. ഒരു മനുഷ്യരെ അല്ലാതുള്ളവരെ കയറ്റുവോ ഇത് ആര്യം വെളിയിൽ പറയുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞത് എന്നെ മനസ്സിലാവുകയാണെങ്കിൽ അവരെ ഗുണ്ടകളെ വിട്ട് തട്ടിക്കളയും വേണമെങ്കിൽ. അത്രയ്ക്ക് ഭയങ്കര പിടിപാടുള്ള ആൾക്കാര്. ഞാൻ അറിഞ്ഞതും അനുഭവിച്ച സത്യമായിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇത് അറിയണം. ഈ കള്ളത്തറ, ഈ പൈശാചിക സേവ, ഇത് നിൽക്കണം എന്ന് വെച്ചാൽ എത്ര ദൈവമക്കള് ക്രിസ്ത്യാനികളായിട്ട് ഉള്ളവർ സ്വർഗത്തിൽ പോകേണ്ടവർ മുഴുവൻ നരകത്തിൽ കൊണ്ടുപോവുക. ഈ ഒരു നശിച്ച സാത്താനാണെങ്കിലേ നരകത്തിൽ കൊണ്ടുപോവാ. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിൽ പോകുന്നവരെല്ലാം മാനസാന്തരപ്പെട്ട് നല്ലതായിട്ട് വരാൻ. ഈ ഒരു മേക്കപ്പ് കാണിച്ച് ഈ കോലം കെട്ടി ഒരു പിശാചിൻ്റെ കൂട്ട് പല്ല് വിളിച്ച് വരുന്ന ഈ ഒരു സാധനത്തിനെ കാണുമ്പോഴേ അറിയാം, മുഖത്ത് നോക്കുമ്പോഴേ അതിനെ കാണുമ്പോഴേ അറിയാം അത് ദൈവമല്ലെന്ന്. ഞങ്ങൾക്ക് ദൈവമല്ല അല്ല എന്ന് മനസ്സിലായി 100 പ്രാവശ്യമായിട്ടും ഈ സഹോദരങ്ങളെ മറ്റുള്ളവരെ വെറുപ്പിക്കേണ്ടെന്ന് കണ്ടാ പോയത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.